ക്ഷമിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചെയ്യുവാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ക്ഷമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി മാറുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാത്തവരെ മാറുന്നു എന്നൊക്കെയാണ്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ക്ഷമിക്കുവാൻ പഠിക്കാം. ഒരു കഥ പറയാം. ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി പഠിച്ചിരുന്നു. അവൻ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എല്ലാവരും അവനെ പരിഹസിക്കാൻ ആരംഭിക്കും. അവൻ്റെ നടപ്പ്, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ വസ്ത്രധാരണം, അവൻ്റെ സംസാരശൈലി, ഇതെല്ലാം അവർ പരിഹാസത്തിൻ്റെ വിഷയമായിട്ട് ഏറ്റെടുത്തു. പക്ഷേ ആ കുട്ടി അവരോടൊന്ന് തിരിച്ച് ഒരു മറുപടിയും നൽകിയില്ല. ഒരിക്കൽ ഒരു അധ്യാപകൻ ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഇവരിത്രയൊക്കെ നിന്നെ കളിയാക്കിയിട്ടും തിരിച്ചൊന്നും പറയാത്തത്? അവൻ പറഞ്ഞു, എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അവർക്കെതിരെ സംസാരിക്കാനായിട്ട് ഞാൻ തിരിയുമ്പോൾ ഇവരുടെയൊക്കെ മുഖത്ത് ഞാൻ കാണുന്നത് എൻ്റെ മാതാപിതാക്കളെയാണ്. കാരണം ഈ സ്കൂളിലേക്ക് എന്നെ വിട്ട് പഠിപ്പിക്കുവാനായിട്ട് അവരത്രയധികം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യം ഇവർക്കെതിരെ മറുപടി നൽകുക എന്നുള്ളതല്ല, പഠിച്ച് നല്ലൊരു ജോലി നേടി എൻ്റെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരുപാട് കളിയാക്കലുകൾ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞു പരത്തിയിട്ടുണ്ടാകാം. അവർ ഒരുപക്ഷെ നമ്മളെ ഇല്ലാതാക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ യേശു ക്രിസ്തു എനിക്ക് കാണിച്ചു നൽകുന്ന മാതൃക ഏത് പരിഹാസത്തിനിടയിലും നന്മ പ്രവൃത്തികൾ ചെയ്ത് തൻ്റെ ലക്ഷ്യത്തെ നോക്കി ആ ലക്ഷ്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ ക്രിസ്മസ് കാലത്ത് ക്ഷമിക്കുന്നവരായിട്ട് മാറുവാനായിട്ട്, എന്നെ വേദനിപ്പിക്കുന്നവർക്ക് എതിരെ സംസാരിക്കാതെ അവരുടെ ഒപ്പമായിരുന്നുകൊണ്ട്, കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവരോട് ക്ഷമിക്കുവാനായിട്ട്, എന്നെ മുറിപ്പെടുത്തിയവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.